Dear students, welcome back to Support for Learning Mathematics. നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പെയർഡ് റാൻഡം എക്സ്പെരിമെന്റിന്റെ സെക്ഷൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 75-ലെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ആ പേജ് നമ്പർ 75-ലെ റിമൈനിങ് 3 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടെ സ്കൂളിലെ അല്ലാത്ത കുട്ടികൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിൾസിന്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ SSLC എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സെക്കൻഡ് വീഡിയോ ഉണ്ട്, 2000-ലെയൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത വീഡിയോ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസും സർക്കിൾസും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റിന്റെ ലിങ്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ സ്കൂളിലെ അല്ലാത്ത കുട്ടികൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് അത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ അവിടെ നടക്കും. കഴിഞ്ഞ ഓൺലൈൻ എക്സാം ചെയ്ത് കണക്ക് തന്നെ അതെല്ലാം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇപ്രാവശ്യത്തെ എക്സാം ഓൺലൈൻ എക്സാം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സും കൂടെ കയ്യിൽ കരുതിക്കൊണ്ട് വേണം ഓൺലൈൻ എക്സാം ചെയ്യാൻ ഇരിക്കാൻ. കാരണം കൺസ്ട്രക്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ഓൺലൈൻ എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഓൺലൈൻ എക്സാമിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും മറ്റ് സ്കൂളിലെ കുട്ടികളാണെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ അത് ഒന്ന് ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും. അരിത്തമെറ്റിക് സീക്വൻസും സർക്കിൾസും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കൺസിഡർ ദ ക്വസ്റ്റ്യൻ നമ്പർ 2. എ ബോക്സ് കണ്ടെയ്ൻസ് 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. If one slip is taken from each, means first boxil ninnum oru slip edukkum, second boxil ninnum oru slip edukkum. Okay, then question 1, what is the probability of the sum of numbers being odd? ഫസ്റ്റ് ബോക്സിൽ നിന്നെടുത്ത നമ്പറും സെക്കൻഡ് ബോക്സിൽ നിന്നെടുത്ത നമ്പറും കൂടെ സം ചെയ്താൽ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, what is the probability of the sum being even? എന്തായാലും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവാം. See the boxes there. ഫസ്റ്റ് ബോക്സിനകത്ത് ഞാൻ 1 ഉം 2 ഉം സെറ്റ് ചെയ്തു റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലെ ബോക്സിനകത്ത് 1, 2, 3, 4 ഉം സെറ്റ് ചെയ്തു. എന്തായാലും ബോക്സസിൽ നിന്ന് നമ്മൾ പേപ്പർ സ്ലിപ്സുകൾ എടുക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ബോക്സിൽ നിന്നും സ്ലിപ്പ് എടുക്കുന്നുണ്ട്, സെക്കൻഡ് ബോക്സിൽ നിന്നും നമ്മൾ പേപ്പർ സ്ലിപ്സുകൾ എടുക്കുന്നുണ്ട്. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവിടെ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് പെയർഡ് റാൻഡം എക്സ്പെരിമെന്റിന്റെ പ്രോബ്ലം ആണ്. എന്താണ് പെയർഡ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതാണ് അല്ലെ. 2 എക്സ്പെരിമെന്റ്സ് ഒരു സിംഗിൾ ട്രയലിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പെയർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആ ബോക്സിൽ നിന്നും പേപ്പർ സ്ലിപ്പ് എടുക്കണം, സെക്കൻഡ് ബോക്സിൽ നിന്നും പേപ്പർ സ്ലിപ്പ് എടുക്കണം. അപ്പോഴേ ഒരു ഈവന്റ് കംപ്ലീറ്റ് ആവുന്നു, ഒരു ട്രയല് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇത് പെയർഡ് ആണ്. പെയർഡ് ആകുമ്പോൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ പെയറിന്റെ നമ്പർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലെ. സോ ടോട്ടൽ നമ്പർ ഓഫ് പെയർ ഓഫ് പേപ്പർ സ്ലിപ്സ് ഈക്വൽ ടു ടോട്ടൽ പെയർസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ് അല്ലെ. ആ 2 എക്സ്പെരിമെന്റ്സിനകത്തും ഫസ്റ്റ് എക്സ്പെരിമെന്റിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം നോക്കുക, സെക്കൻഡ് എക്സ്പെരിമെന്റിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നോക്കുക. അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും ടോട്ടൽ പെയർ എന്ന് പറയുന്നത് അല്ലെ. സോ ഹിയർ നമ്പർ ഓഫ് സ്ലിപ്സ് ഓഫ് ബോക്സ് 1 ഇൻറ്റു നമ്പർ ഓഫ് സ്ലിപ്സ് ഓഫ് ബോക്സ് 2, അതായിരിക്കും നമുക്ക് അവിടെ ടോട്ടൽ പെയർ എന്ന് പറയുന്നത്. നമുക്ക് ബോക്സ് 1-നകത്ത് റൈറ്റ് സൈഡിൽ 2 പേപ്പർ സ്ലിപ്സ് ഉണ്ട്, ബോക്സ് 2-ല് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 4 പേപ്പർ സ്ലിപ്സ് ഉണ്ട്. അപ്പോൾ ഈ 2-ന്റെയും 4-ന്റെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും അവിടുത്തെ ടോട്ടൽ പെയർ. സോ ദ ടോട്ടൽ പെയർ ഈക്വൽ ടു 4 into 2, that is equal to 8. അപ്പോ ഈ 2 ബോക്സിൽ നിന്ന് നമുക്ക് ഈച്ച് ബോക്സിൽ നിന്ന് 1 സ്ലിപ്സ് വീതം നമ്മൾ ടേക്കൺ ചെയ്താൽ ദ ടോട്ടൽ നമ്പർ ഓഫ് പെയർ ഈക്വൽ ടു 8. ഇനി അത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ നമുക്ക് 1, 1, 1, 2, അതുപോലെ വീണ്ടും എടുക്കാമല്ലോ 2, 1, 2, 2, 3, 1, 3, 2, 4, 1 and 4, 2. ഇതാണ് ആ 8 ഓർഡേഡ്
പെയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ പെയർ എഴുതി ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അല്ലാതെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ പെയർ എന്തിനെഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാനാണ് 8 പേയേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ആ പേയേഴ്സിനെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആൻസർ ചെയ്യുമ്പോൾ ആ പെയർ എഴുതി നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. എല്ലാ വീഡിയോസിലും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എക്സാം ഹാളിൽ പ്രോപ്പർ മെത്തേഡ്സിൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇനഫ് ടൈം ഇൻ ദ എക്സാം ഹാൾ. നമ്മൾ പ്രോപ്പർ മെത്തേഡ് അല്ലാതാകുമ്പോഴാണ് നമുക്ക് ടൈം കിട്ടാതെ പോകുന്നത്. നിങ്ങൾ നോക്കി, ഇത്രയും പേഴ്സ് അവിടെ എഴുതണമെങ്കിൽ നിങ്ങളുടെ കുറെ ടൈം വേസ്റ്റ് ആണ്. പേഴ്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്നാലും നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മളോട് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഈ ബോത്ത് പേപ്പർ സ്ലിപ്സ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെ, ഫസ്റ്റ് ബോക്സിൽ നിന്നും സെക്കൻഡ് ബോക്സിൽ നിന്നും പേപ്പർ സ്ലിപ്സ് എടുക്കുമ്പോൾ ആ എടുത്ത പേപ്പർ സ്ലിപ്സിനകത്ത് വരുന്ന നമ്പേഴ്സിന്റെ സമ്മ് ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റി ആവശ്യം. അപ്പൊ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് നമ്പേഴ്സിന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. 2 ഒരു ഈവൻ നമ്പറാണ്, 4 ഒരു ഈവൻ നമ്പറാണ്. അന്നേരം 2ഉം 4ഉം കൂടെ ആഡ് ചെയ്താലോ 2 + 4 6 ഒരു ഈവൻ നമ്പറാണ്. അപ്പോ 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ റിസൾട്ട് ഈവൻ നമ്പറാണ്. ഇനി 2 ഒരു ഈവൻ നമ്പറാണ്, 3 ഒരു ഓഡ് നമ്പറാണ്. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്താലോ 5 ഒരു ഓഡ് നമ്പറാണ്. അപ്പോ ഓഡും ഈവനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് കിട്ടും. റിവേഴ്സ് നോക്കിയേ, ഓഡ് നമ്പർ ഫസ്റ്റ് എടുക്കൂ. 3 ഒരു ഓഡ് നമ്പറാണ്, 4 ഒരു ഈവൻ നമ്പറാണ്, 3 + 4 ഒരു ഓഡ് നമ്പറാണ് അല്ലേ? ഓക്കെ, അപ്പോ ഓഡും ഈവനും എടുത്താലും അല്ലെങ്കിൽ ഈവനും ഓഡും എടുത്താലും സമ്മ് ഓഡായിരിക്കും. ഇനി ഓഡും ഓടും കൂടെ നോക്കിയേ, 3 ഒരു ഓഡ് നമ്പറാണ്, 5 വേറൊരു ഓഡ് നമ്പറാണ്. 3ഉം 5ഉം കൂടെ ആഡ് ചെയ്തേ, 3 + 5 8 ഈവൻ നമ്പർ അല്ലേ? അപ്പോ നമ്പേഴ്സിനെ നമ്മൾ ഈവനും ഓടും കൺസിഡർ ചെയ്യുമ്പോൾ ഏത് പെയറിൽ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഓഡ് ആവുമെന്ന് ചോദിച്ചാൽ 1 ഓടും 1 ഈവനും ആണെങ്കിൽ റിസൾട്ട് ഓഡായിരിക്കും. അത് ഫസ്റ്റ് ഓഡാകാം, സെക്കൻഡ് ഈവൻ ആകാം. അതല്ല ഫസ്റ്റ് വേണം ഈവൻ ആകാം, സെക്കൻഡ് ഓഡാകാം. രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 23 2 ഈവനും 3 ഓടുമാണ്. 32 3 എന്ന് പറയുന്നത് ഓടും, 2 എന്ന് പറയുന്നത് ഈവനുമാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനകത്തേക്ക് വരാം. സബ് ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത് സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ പെയർ ഈസ് ഓഡ്. അതിന്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ അതിനെ ഫേവർ ചെയ്യുന്നവരുടെ എണ്ണം നമുക്കറിയണം അല്ലെ? നമ്മുടെ ആ പേഴ്സിനകത്ത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. അത് പേഴ്സ് എഴുതിയാലല്ലേ കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പറഞ്ഞല്ലോ, പേഴ്സ് എഴുതി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പേഴ്സ് എഴുതാതെ തന്നെ നമുക്ക് ഹൗ മെനി നമ്പർ ഓഫ് പേഴ്സ് ഗീവ് ദ സം ഓഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നില്ലേ എപ്പോഴൊക്കെയാണ് 2 നമ്പേഴ്സിന്റെ സം ഓഡ് ആകുന്നത്. 1 നമ്പർ ഓടും 1 നമ്പർ ഈവനുമായി. അത് റിവേഴ്സ് എടുക്കുമ്പോഴും അതേ റിസൾട്ട് തന്നെ കിട്ടും. സോ ഓഡ് ഈവൻ ആൻഡ് ഈവൻ ഓഡ്, these 2 pairs will give the sum as a result odd number അല്ലെ? ഓടും ഈവനും കൂടെ സം ചെയ്താലും ഓഡ് കിട്ടും, അതല്ല ഈവനും ഓടും കൂടെ സം ചെയ്താലും ഓഡ് കിട്ടും അല്ലെ? സോ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് സം പെയർ ഈക്വൽ ടു, നോക്കി നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓടും ഈവനും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ ഹൗ മെനി നമ്പർ ഓഫ് ഓഡ്സ് ആർ ദെയർ, അതുപോലെ റൈറ്റ് സൈഡിലെ ബോക്സിൽ ഹൗ മെനി നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ആർ ദെയർ. നോക്കി, ആ റെഡ് കളറിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ലെഫ്റ്റ് സൈഡില് 2 ഓടും റൈറ്റ് സൈഡില് 1 ഈവൻ. അപ്പോ ആ 2 ഓടും 1 ഈവനും കൂടെ ഹൗ മെനി നമ്പർ ഓഫ് പേഴ്സ് ഫോം ചെയ്യും? 2 into 1 നമ്പർ ഓഫ് പേഴ്സ് ഫോം ചെയ്യും. ഇനി സെക്കൻഡ് ഓപ്ഷൻ ഏതായിരുന്നു? ഈവൻ ഓടും. ലെഫ്റ്റ് സൈഡിൽ ഈവൻ വരാം, റൈറ്റ് സൈഡിൽ ഓട് വരാം. അന്നേരം ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ ഹൗ മെനി നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ആർ ദെയർ? there are 2 ഈവൻ നമ്പേഴ്സ്. റൈറ്റ് സൈഡിൽ 1 ഓടും ഉണ്ട്. അപ്പോ ഈ ലെഫ്റ്റ് സൈഡിലെ 2 ഈവൻ നമ്പേഴ്സും റൈറ്റ് സൈഡിലെ 1 ഓഡ് നമ്പറും കൂടെ ഹൗ മെനി നമ്പർ ഓഫ് പേഴ്സ് ഫോം ചെയ്യോടെ? 2 into 1 നമ്പർ ഓഫ് പേഴ്സ് ഫോം ചെയ്യും. ഇങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഓഡേഡ് പെയർ എഴുതി വെച്ചിട്ട് അതിൽ കൗണ്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം എഴുതുന്ന പെയറിനകത്ത് ഒരെണ്ണം മിസ്റ്റേക്ക് വന്നാൽ, ഒരെണ്ണം മിസ്സായെന്ന് വെച്ചോ, നമ്മൾ ഓഡേഡ് പെയർസിന്റെ ടോട്ടൽ നോട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പെയർ മിസ്സായി നമ്മുടെ പ്രോബ്ലം ഫുള്ള് പൊളിഞ്ഞു പോവാണ്.
അതുകൊണ്ട് അങ്ങനെ പഠിക്കരുത്, അല്ലാതെ തന്നെ വേണം പഠിക്കാൻ. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇത് വളരെ നല്ല ഒരു സപ്പോർട്ട് അവിടെ. അപ്പൊ നമ്മുടെ സം ഓഡ് തരണമെങ്കിൽ ആ പേസ് എങ്ങനെ വരണമെന്ന് പറഞ്ഞു? ഫസ്റ്റ് ഓഡ് എടുത്താൽ സെക്കൻഡ് ഈവൻ കിട്ടണം. അതല്ല ഫസ്റ്റ് ഈവൻ വന്നാൽ സെക്കൻഡ് ഓഡ് വരണം. അന്നേരം ഫസ്റ്റ് ഓഡും സെക്കൻഡ് ഈവനും ആകുമ്പോൾ ഓഡിനെ ഫേവർ ചെയ്യുന്ന ഹൗ മെനി നമ്പർ ഓഫ് നമ്പേഴ്സ് ആർ ഇൻ ദാറ്റ് ബോക്സ്, ദാറ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡിൽ ഈവൻ അല്ലേ, ആ സെക്കൻഡ് ബോക്സിൽ ഹൗ മെനി നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ആർ ദർ, ഇവരുടെ പ്രോഡക്റ്റ് ആണ് അവിടുത്തെ ഫേവറബിൾ പെയർ. പ്ലസ് ഇനി അടുത്തൊരു ഓപ്ഷനോടെ ഉണ്ട്, ഫസ്റ്റിൽ ഈവൻ വരാം. അപ്പോൾ ഫസ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ഈവൻ നമ്പർ എത്ര ഉണ്ടെന്ന് നോക്കാം അല്ലെ, ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് നോക്കുക. ആ ഈവൻ നമ്പർ നോക്കുമ്പോഴത്തേക്കും പറയാം 2ഉം 4ഉം ആണ്. സോ 2 ഇൻറ്റു റൈറ്റ് സൈഡിൽ ഓഡ് നമ്പർ ആണ്, ഓൺലി 1, 2 ഇൻറ്റു 1 2. അപ്പോ 2 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് 2 പ്ലസ് 2 ഈക്വൽ ടു 4. സോ 4 number of pairs support us by giving the sum of the digits on the pair as odd. നമുക്ക് പ്രോബബിലിറ്റി പറയാമല്ലോ. സോ പ്രോബബിലിറ്റി ഓഫ് സം ഓഡ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് പേഴ്സ് ഓൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. അപ്പൊ നമുക്ക് ഫേവർ ചെയ്യാന്ന് പറയുന്നത് എന്താ? സം ഓഡ് തരുന്നത് അല്ലെ. 4 നമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം, ടോട്ടൽ പേഴ്സ് നമുക്കറിയാം 8 നമ്പേഴ്സ് ഉണ്ട് അറിയാം. സോ പ്രോബബിലിറ്റി നമുക്ക് നോട്ട് ചെയ്യാലോ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4/8. ഓക്കെ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 4 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 4 കൊണ്ട് 4നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും, 4 കൊണ്ട് 8നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. So the fraction reduces to 1/2. First supposition solution ആയി. Probability of sum of the numbers on the paper slips is odd equal to 1/2. ഇനി second supposition എന്തായിരുന്നു? Find the probability of getting sum as even. അന്നേരം ഫസ്റ്റ് സപ്പോസിഷൻ നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്തത്? സം ഓഡ് തരുന്ന പെയറിന്റെ പ്രോബബിലിറ്റി ആണ്. Okay, whenever we are adding two numbers, definitely we will get either an odd number as a result or an even number as a result. അപ്പോ 2 numbers സം ചെയ്താൽ റിസൾട്ട് ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഓഡ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഈവൻ ആയിരിക്കും. ഈ ഈവൻ എന്ന് പറയുന്നതിന് നോട്ട് ഓഡ് എന്ന് പറഞ്ഞാൽ പോരെ. നോട്ട് ഓഡ്, ഓഡ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അണ്ടർസ്റ്റുഡ് എന്താണ്? It is an even. നമുക്ക് സെക്കൻഡ് സപ്പോസിഷന് വേണ്ടിയിട്ട് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് സം ഓഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സം നോട്ട് ഓഡ് ഈക്വൽ ടു 1. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സപ്പോസിഷൻസ് ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പോ ഫസ്റ്റ് സപ്പോസിഷനകത്ത് നമ്മൾ ഓഡ് നമ്പറിന്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ പ്രോബബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സെക്കൻഡ് സപ്പോസിഷനകത്ത് ഈവൻ നമ്പർ കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് സപ്പോസിഷന്റെ റിസൾട്ട് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റിന്റെ സപ്പോർട്ട് ഞാൻ ഇനി എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ട് നോട്ട് ചെയ്തത്. ഇനി ഒരു കുട്ടി അല്ലാതെ ചെയ്താലോ? പ്രോബബിലിറ്റി ഓഫ് സം ആസ് ഈവൻ എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ ഓഡ് ചെയ്തതുപോലെ പെയർ വെച്ച് ചെയ്താലോ? ഒരു കുഴപ്പമില്ല, അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ എന്താണ്? എക്സാം ഹാളിൽ നമുക്ക് ടൈം സേവ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രോപ്പർ മെത്തേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും ഈ ഒരു മെത്തേഡിൽ മൂവ് ചെയ്താൽ. അരിത്തമെറ്റിക്സ് ഒക്കെ കുറവായിരിക്കും. ഞാൻ മൂവ് ചെയ്യുന്ന എപ്പോഴും അരിത്തമെറ്റിക്സ് കുറഞ്ഞ ഒരു പാത്തിൽ കൂടിയാണ് പോകുന്നത്, കാരണം കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാനാണ്. സോ നെക്സ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സം ഓഡ് അറിയാം, 1/2 ആണ്. അന്നേരം പ്രോബബിലിറ്റി ഓഫ് സം ഓഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് 1/2 ആയിട്ട് കൊടുക്കാം. സോ 1/2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സം ഈവൻ എന്ന് പറഞ്ഞാൽ ആരാ? സം നോട്ട് ഓഡ് എന്ന് പറയുന്നതിന് റീപ്ലേസ് ചെയ്തു. സം നോട്ട് ഓഡ് എന്ന് പറയുന്നത് നോട്ട് ഓഡ്, ഓഡ് അല്ല എന്ന് പറഞ്ഞാൽ ആരാ? ഈവൻ ആണ്. അന്നേരം സം നോട്ട് ഓഡ് എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ എന്ത് എഴുതി? സം ഈവൻ ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആ 1/2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി തരും. പ്രോബബിലിറ്റി ഓഫ് സം ഈവൻ ഈക്വൽ ടു 1 മൈനസ് 1/2. 1 മൈനസ് 1/2 സിംപ്ലിഫൈ അറിയാലോ, എന്തൊരു ആൻസർ? പ്രോബബിലിറ്റി ഓഫ് സം ഈവൻ ഈക്വൽ ടു 1/2 അല്ലെ. 1ൽ നിന്ന് 1/2 സബ്സ്ട്രാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 1/2. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒറ്റ കാര്യം ഇതിനകത്ത് ഒന്നുകൂടെ ഞാൻ സ്പെസിഫിക് ആയിട്ടൊന്ന് പറയുന്നത്, ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓർഡേർഡ് പെയർ എഴുതി ചെയ്യാൻ നിൽക്കരുത്. എഴുതി ചെയ്യുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം കമ്പയർഡ് വിത്ത് ദിസ് മെത്തേഡ്. അതുപോലെ സെക്കൻഡ് സപ്പോസിഷൻ ചെയ്ത് നോക്കി, അതിനെയും ആ പെയർ ഫേവറബിൾ ബൈ ടോട്ടൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഫേവറബിൾ പോയി ഐഡന്റിഫൈ ചെയ്യണം. അത്രയും ടൈം വേസ്റ്റ് ആണ്. എക്സാം ഹാളിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവുകയാണ്.
ഈ മെത്തേഡ് നോക്കിയേ, എന്ത് ടെൻഷൻ ഉണ്ട്. ആ സം ആ ഓഡ് എന്ന് പറയുന്ന റിസൾട്ട് ഇങ്ങോട്ട് എടുത്ത് സം നോട്ട് ഓഡിലേക്ക് കണക്ട് ചെയ്യുക. സം നോട്ട് ഓഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താവും, ഈവൻ ആകുകയാണ്. പെട്ടെന്ന് റിസൾട്ട് ആവൂലേ. വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യാൻ നോക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. See the question here. Question number 3. A box contains 4 slips numbered 1, 2, 3, 4 and another contains 3 slips numbered 1, 2, 3. If one slip is taken from each, means both boxil നിന്നും ഒരേ സ്ലിപ്പ് നമ്മൾ എടുത്തു. Sub question 1. What is the probability of the product being odd? ലാസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ സം ആയിരുന്നു, ഇവിടെ എന്തോന്നു പ്രോഡക്റ്റ് ആയി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ബീയിങ് ഈവൻ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം. സേ ദർ ആർ 2 ബോക്സസ്. ഞാൻ 1 ബോക്സിൽ 1 to 4 വരെയുള്ള നമ്പേഴ്സും റൈറ്റ് സൈഡിൽ വരുന്നതിൽ 1 to 3 വരെയുള്ള നമ്പേഴ്സും ഫിക്സ് ചെയ്തു. ഈ 2 ബോക്സിൽ നിന്ന് നമ്മൾ പേപ്പർ സ്ലിപ്സ് എടുക്കുകയാണ് അല്ലെ. ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമുക്ക് പേപ്പർ സ്ലിപ്പ് എടുക്കാം, സെക്കൻഡ് ബോക്സിൽ നിന്നും പേപ്പർ സ്ലിപ്പ് എടുക്കാം. എന്നിട്ട് ഈ പേപ്പർ സ്ലിപ്പിൽ വന്ന നമ്പേഴ്സിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നു. എന്നിട്ട് എന്റെ പ്രോഡക്റ്റ് എടുക്കും. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ആസ് ഓഡ് ആണ്. അപ്പോ നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദെയർ how many number of total pairs are there. എങ്ങനെ നമ്മൾ ടോട്ടൽ പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 ബോക്സസ് അല്ലേ. ഫസ്റ്റ് ബോക്സിലെ ടോട്ടൽ നമ്പേഴ്സും സെക്കൻഡ് ബോക്സിലെ ടോട്ടൽ നമ്പേഴ്സും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ മതി, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് അറിയാൻ പറ്റും അല്ലെ. സോ ടോട്ടൽ നമ്പർ ഓഫ് പെയർ ഓഫ് പേപ്പർ സ്ലിപ്സ് ഈക്വൽ ടു 4 into 3 that is equal to 12. ഇനി ആരൊക്കെയാ പെയർ എന്ന് നോക്കി, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 1 1 2 1 3, 2 1 2 2 2 3, 3 1 3 2 3 3, 4 1 4 2 4 3. ഈ പെയർ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. ഈ പെയർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു പെയർ അവിടെ മിസ്സിംഗ് ആയാൽ നിങ്ങളുടെ പ്രോബ്ലം തെറ്റും. തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പെയർ എഴുതി പഠിക്കാതിരിക്കുക. ഇനി പെയർ ഒന്ന് എഴുതി നോക്കും, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. കാരണം ടോട്ടൽ 12 എന്നറിയാം. അപ്പൊ നിങ്ങൾ പെയർ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം ഞാൻ ആ പേഴ്സ് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പേരുകൾ ഇങ്ങനെ നോട്ട് ചെയ്യും. ആ 12 പേഴ്സ് എഴുതുന്നതിന് വരെ നിങ്ങൾ 11 പേഴ്സ് കിട്ടും. പിന്നെ ആ 11നെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങും. അപ്പൊ പ്രോബ്ലം തെറ്റിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും, പ്രോബ്ലം തെറ്റാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, ടോട്ടൽ പേഴ്സ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? 2 ഈവൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 2 ഈവൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ പെയർ അറിയാൻ ഫസ്റ്റ് ഈവന്റിന്റെ ടോട്ടൽ ഔട്ട്പുട്ടും സെക്കൻഡ് ഈവന്റിന്റെ ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിൽ പ്രോഡക്റ്റ് എടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ ടോട്ടൽ പെയർ. ഇനി ഫേവറബിൾ പെയർ എടുക്കാനും കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. വീണ്ടും ആ വീഡിയോ ഒക്കെ വേണമെങ്കിൽ പോയി കണ്ടോണം. ഓക്കെ, ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ടൈം ഡ്യൂറേഷൻ കൂട്ടുന്നില്ല. നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനകത്തേക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴാണ് 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഓഡ് കിട്ടുന്നതെന്ന് നോക്കാം. ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് 2 ഒരു ഈവൻ നമ്പറാണ്, 3 ഒരു ഓഡ് നമ്പറാണ്. 2 into 3 6 ഈവൻ ആണ്. അപ്പോ ഈവനും ഓടും കൂടെ ഓട് തരത്തില്ല. ഇനി ഓടും ഈവനും ആയാലോ? 3 ഒരു ഓഡ് നമ്പറാണ്, 4 ഒരു ഈവൻ നമ്പറാണ്. 3 into 4 12 ഈവൻ നമ്പറാണ്. അപ്പോ 2 നമ്പേഴ്സിൽ ഈവനും ഓടും അല്ലെങ്കിൽ റിവേഴ്സ് ഓടും ഈവനും വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഈവനെ കിട്ടും, ഓട് കിട്ടില്ല. ഇനി ഈവനും കൂടെ നോക്കാം. 2ഉം 4ഉം ബോത്ത് ആർ ഈവൻ നമ്പേഴ്സ്. 2 into 4 8, അപ്പോഴും ഈവനെ കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, ബോത്ത് ഈവൻ ആണെങ്കിലും റിസൾട്ട് ഈവൻ ആണ്. ഇനി ഈ 2 നമ്പേഴ്സിൽ ഫസ്റ്റ് ഈവനും സെക്കൻഡും ഓടായാലും റിവേഴ്സ് വന്നാലും അതിന്റെ റിസൾട്ട് ഈവനെ കിട്ടുന്നത് അല്ലെ. ഇനി ലാസ്റ്റ് ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓടും വന്നാൽ 3 ഒരു ഓഡ് നമ്പറാണ്, 5ഉം ഒരു ഓഡ് നമ്പറാണ്. 3 into 5 15 ഒരു ഓഡ് നമ്പറാണ്. അപ്പോ 2 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഓഡ് ആകാനുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒരേ ഒരു പെയറെ കിട്ടും. എങ്ങനെയായിരിക്കണം? ബോത്തും ഏതായിരിക്കണം? ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം അല്ലെ. സോ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനകത്തേക്ക് വരാം. സി
product of numbers on the pair is odd when the pair is odd. ആ പെയറിൽ വരുന്നത് ബോത്ത് നമ്പേഴ്സും ഓഡ് ആണെങ്കിൽ അവിടെ പ്രോഡക്റ്റ് എന്താകും? ഓഡ് ആവും അല്ലെ. നമുക്ക് ആ ബോക്സിലൊന്ന് നോക്കി എങ്ങനെ നമുക്ക് ഓഡ് എടുക്കുന്നത്? ബോത്തിൽ ഓഡ് എടുക്കണം അല്ലെ. അപ്പോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ അല്ലെ ഓഡ് ഏതാ? 1 ഉം 3 ആ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡില് 1 ഉം 3 റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അന്നേരം ബോത്ത് ഓഡ് വരണമെങ്കിൽ ഫസ്റ്റ് ബോക്സിലും സെക്കൻഡ് ബോക്സിലും ഓഡ് കിട്ടണം അല്ലെ. അന്നേരം ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ 2 ഓഡ് ഉണ്ട്, റൈറ്റ് സൈഡിലെ ബോക്സിലും 2 ഓഡ് ഉണ്ട്. അന്നേരം നമുക്ക് ടോട്ടൽ ഓഡിന്റെ പേഴ്സ്, ഫേവറബിൾ പേഴ്സ് പറഞ്ഞൂടെ? പറയാലോ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് പ്രോഡക്റ്റ് പെയർ ഈക്വൽ ടു 2 into 2. ഏതാ 2 into 2? ലെഫ്റ്റ് സൈഡിലെ 2 ഓഡ് നമ്പേഴ്സ്, റൈറ്റ് സൈഡിലെ 2 ഓഡ് നമ്പേഴ്സ്. അപ്പോ ആ 2 ഓഡ് നമ്പേഴ്സിന്റെ ബോത്ത് ബോക്സിലെയും 2 ഓഡ് നമ്പേഴ്സിന്റെ ഹൗ മെനി നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആർ, ഹൗ മെനി നമ്പേഴ്സ് ഓഫ് പെയർസ് ആർ ദർ? 2 into 2 that is equal to 4 പെയർസ് ആർ ദർ. ഇനി നമുക്ക് പ്രോബബിലിറ്റി പറയാമല്ലോ. സോ പ്രോബബിലിറ്റി പ്രോഡക്റ്റ് ഓഡ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് പെയർസ് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്. നമ്മളെ ഫേവർ ചെയ്യുന്ന ആരാ? പ്രോഡക്റ്റ് ഓഡ് തരുന്ന പെയർസ് നമ്മളെ ഫേവർ ചെയ്യുന്നത്. അത് എത്ര പേരുണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. സോ ദാറ്റ് 4 ഡിവൈഡ് ബൈ ടോട്ടൽ 12 അല്ലെ. ദാറ്റ് ഈസ് 4 by 12. നമുക്ക് നോക്കി ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 4 വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് 4 വെച്ച് 4നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും. അതുപോലെ 4 കൊണ്ട് 12നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. Then the fraction reduces to 1 by 3. So probability of getting the product as odd equal to 1 by 3. ഇതാണ് എന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആസ് ഈവൻ അല്ലെ. 2 ബോക്സസിൽ നിന്ന് നമ്മൾ 1 ബോക്സിൽ നിന്ന് 1 സ്ലിപ്പ് എടുക്കുന്നു, സെക്കൻഡ് ബോക്സിൽ നിന്നും ഒരു സ്ലിപ്പ് എടുക്കുന്നു. ഈ സ്ലിപ്സിന് വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഈവൻ ആകാനുള്ള പ്രോബബിലിറ്റി ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ സം എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ഈസ് ഈവൻ ഓർ ഇറ്റ് ഈസ് ഓഡ്. അതുപോലെ 2 നമ്പേഴ്സ് എടുത്താൽ ദ പ്രോഡക്റ്റ് ഈസ് ഐദർ ഈവൻ ഓർ ഓഡ്. അപ്പോ ഓഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഇവിടെ ഈവൻ ആയിരിക്കുന്നു അല്ലെ. കാരണം കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത് അതേപോലെ നമുക്ക് ഇവിടെയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ആസ് ഈവൻ ആ ചോദിച്ചിരുന്നത്. നമുക്ക് ഓഡിന്റെ പ്രോബബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ആ ഓഡിന്റെ പ്രോബബിലിറ്റിയെ വെച്ചുകൊണ്ട് നമുക്ക് ഈവൻ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാൽക്കുലേഷൻ ആൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് നോട്ട് ഓഡ്. നോട്ട് ഓഡ്, ഓഡ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? അത് ഈവൻ ആണ്. ഈക്വൽ ടു 1. ഇനി ഓഡിന്റെ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ 1 by 3 ആണ്. അന്നേരം പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഡ് എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് 1 by 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈവൻ. ആരാ പ്രോഡക്റ്റ് ഈവൻ? പ്രോഡക്റ്റ് നോട്ട് ഓഡ് എന്ന് പറയുന്നതിനെ ഞാൻ റീറൈറ്റ് ചെയ്തു. നോട്ട് ഓഡ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഈസ് ഈവൻ അല്ലെ. അന്നേരം പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈവൻ ഈക്വൽ ടു 1. നോക്കിയേ, ലെഫ്റ്റ് സൈഡിലെ 1 by 3, റൈറ്റ് സൈഡിലെ 1ന്റെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈവൻ ഈക്വൽ ടു 1 minus 1 by 3. ആ 1 minus 1 by 3 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 by 3 കിട്ടും അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈവൻ ഈക്വൽ ടു 2 by 3. ഇതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും പെയറുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അല്ലെ. ഫസ്റ്റ് നമ്മൾ പെയറുകൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ പെയറുകളിൽ പോയി കൗണ്ട് ചെയ്ത് എടുത്തുകൊണ്ട് നമുക്ക് ഫേവറബിൾ ബൈ ടോട്ടൽ വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അന്നേരം ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞാണ് നിങ്ങൾ ആ ടോട്ടൽ പെയർസ് അവിടെ നോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെയർ മിസ്സിംഗ് ആയാൽ നമ്മുടെ ആൻസർ ഫുള്ള് തെറ്റുകയാണ്. അതും മാത്രമല്ല അത്രയും പെയർ എഴുതുന്നതിന്റെ ടൈം വേസ്റ്റ് ആണ്. നിങ്ങൾ നോക്കി ആ പെയർ എഴുതാതെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, അന്നേരം കുറച്ച് ലാർജ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പെയർ എഴുതി തീർക്കാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾക്ക് 1 ബോക്സിൽ 4ഉം അനദർ ബോക്സിൽ 3 ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ബോക്സിൽ ഒരു 10 നമ്പേഴ്സ് വന്നു, സെക്കൻഡ് ബോക്സിൽ ഒരു 8 നമ്പേഴ്സ് വന്നു. നിങ്ങൾ എത്ര പേഴ്സ് എഴുതും? എത്ര പേഴ്സ് എഴുതും? ടൈം എടുക്കുന്ന പ്രോസസ്സാണ് അല്ലെ. അങ്ങനെ പഠിക്കാതിരിക്കുക. എങ്ങനെ പഠിക്കണം? ടോട്ടൽ പേഴ്സ് ഫസ്റ്റ് എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ ഔട്ട്പുട്ടും സെക്കൻഡ് എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പേഴ്സ് കിട്ടും. അങ്ങനെ വേണം പഠിക്കാൻ. ഫേവറബിളും എടുക്കേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 more ക്വസ്റ്റ്യൻ ഈ സെക്ഷനകത്ത് വരുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5th ക്വസ്റ്റ്യൻ. See the question here. A game for 2 players.
first each has to decide whether he wants odd number or even number. Then both raise some fingers of one hand ആണ് നമ്മൾ two hand ആയി one hand അല്ലേ one hand നമ്മൾ എത്ര fingers ആ 5 fingers. Then both raise some fingers on one hand. If sum is odd, the one who chose odd at the beginning wins. If it is even, the one who chose even wins. First supposition, find the probability of getting sum as odd. Second supposition, find the probability of getting sum as even. Third supposition, which is a better choice at the beginning, odd or even. സമ്മിന്റെ പ്രോബ്ലം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഈ ഗെയിം നമ്മൾ ക്ലാസ്സിൽ കളിക്കാറുണ്ട് അല്ലെ കളിച്ചിട്ടുണ്ടോ ഇക്കാരം എല്ലാവരും കളിച്ചിട്ടുണ്ട് ഈവനോട് അല്ലെ രണ്ടുപേരും അടുത്തിരുന്നിട്ട് അല്ലെ ഇതൊരാൾ ഇതടുത്ത ആളുടെ ഹാൻഡ് ഇങ്ങനെ കാണിക്കത്തില്ലേ ഇങ്ങനെ കാണിക്കും അന്നേരം ബോത്ത് 1 അല്ലേ 1 + 1 2 ഈവൻ കിട്ടി. ഇനി അടുത്ത കാണിക്കുമ്പോഴോ 2 1 2 + 1 3 ഈവനോട് കളിച്ചിട്ടുണ്ടാവുമല്ലോ. കളിക്കാത്തവരുണ്ട് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ കളിച്ചു നോക്കണം. ഇപ്പം എന്തായാലും വീട്ടിലൊക്കെ ഇരിക്കല്ലേ അല്ലെ രണ്ടുപേരും ഇരുന്നിട്ട് ഈവനോട് കളിക്കാം അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ഫിംഗർ നമ്മൾ കാണിക്കും അടുത്ത ആൾ ഇഷ്ടമുള്ള അയാളുടെ ഫിംഗർ കാണിക്കും. ഈ ഫിംഗേഴ്സിന്റെ ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 3 3 ആകുമ്പോഴത്തേക്ക് 6 ഈവൻ. ഒരാൾ കാണിച്ച 1 ആണ് അടുത്ത 3 ആണ് അപ്പോഴും 1 ഉം 3 അല്ലെ 4 ഈവൻ ആണ്. പിന്നെ ഒരാൾ 2 ആണ് കാണിച്ചത് അടുത്ത ആൾ 3 കാണിച്ചു 2 ഉം 3 ഉം 5 ഓടാണ്. കാരണം ഈവൻ ഓഡ് എന്ന് പറയുന്ന കാണിച്ചത് എനിക്കും നിങ്ങളെല്ലാം കളിച്ചിട്ടുള്ള ഗെയിമാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ പ്രോബ്ലം സൊല്യൂഷനകത്തേക്ക് പോകാം. സി ദ ബോക്സസ് ദെയർ. ഞാൻ ആ 2 ബോക്സസിലും 1 to 5 വരെയുള്ള നമ്പേഴ്സ് അറിയില്ല. കാരണം നമ്മൾ ഫിംഗേഴ്സിൽ എത്ര 1 2 3 4 5 അല്ലെ 1 ഫിംഗർ ആവാം 2 ഫിംഗർ ആവാം 3 ഫിംഗർ ആവാം 4 ഫിംഗർ ആവാം 5 ഫിംഗർ ആവാം അല്ലെ. അടുത്ത ആളുടെയും 1 ഫിംഗർ ആവാം 2 ഫിംഗർ ആവാം 3 ഫിംഗർ ആവാം 4 ആവാം 5 ആവാം അല്ലെ. അന്നേരം 2 എക്സ്പെരിമെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ 1 to 5 വരെയുള്ള നമ്പേഴ്സ് സെക്കൻഡ് പേഴ്സണും 1 to 5 വരെയുള്ള ആ ബോത്ത് നമ്പേഴ്സിനെ ഞാൻ ആ ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനി ടോട്ടൽ പേയേഴ്സ് അറിയണം. ഹൗ മെനി നമ്പർ ഓഫ് ടോട്ടൽ പേയേഴ്സ് ആർ ദെയർ? ബോത്ത് ബോക്സിലെയും ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് നോക്കണം അല്ലെ. ഫസ്റ്റ് ബോക്സിലും 5 നമ്പേഴ്സ് സെക്കൻഡ് ബോക്സിലും 5 നമ്പേഴ്സ്. സോ ടോട്ടൽ നമ്പർ ഓഫ് പെയർ ഓഫ് ഫിംഗേഴ്സ് ഈക്വൽ ടു 5 into 5 equal to 25. ഇനി അത് എഴുതുന്നത് എങ്ങനെയാണ്? 1 1 1 2 1 3 1 4 1 5 2 1 2 2 2 3 2 4 2 5 അങ്ങനെ ലാസ്റ്റ് 5 1 5 2 5 3 5 4 5 5. നമുക്ക് ടോട്ടൽ ഓർഡേർഡ് പേഴ്സ് അറിയണമായിരുന്നു. ടോട്ടൽ ഓർഡേർഡ് പേഴ്സ് 25 ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മളെ ഫേവർ ചെയ്യുന്ന ഓർഡേർഡ് നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അതിന് ഈ പറയുന്ന പേഴ്സ് നോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും അവിടെ ഇല്ല. ഓക്കെ നമുക്ക് ഫസ്റ്റ് സബ്ക്വസ്റ്റനകത്തേക്ക് പോവാം. സബ്ക്വസ്റ്റൻ 1 എന്ന് പറയുന്നത് സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ പെയർ ഈസ് ഓഡ്. പെയറിലെ ബോത്ത് നമ്പേഴ്സിന്റെയും സമ്മ് ഓഡ് ആകണം. നമ്മള് ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞല്ലേ സമ്മ് ഓഡ് ആകാൻ 2 ഓപ്ഷൻസ് ആണുള്ളത് അല്ലെ. ഇത് ഓഡ് ആയാൽ ഇത് ഈവൻ ആകണം. അതല്ല ഇതാണ് ഈവൻ ആകുന്നെങ്കിൽ ഇപ്പുറത്ത് ഓഡ് വരണം. അന്നേരം 2 നമ്പേഴ്സിലെ 1 നമ്പർ ഓടും 1 നമ്പർ ഈവനും. അത് 2 ഓപ്ഷനും എടുക്കണം കേട്ടോ. അല്ലാതെ ഇവിടെ ഈവനും ഇവിടെ ഓടും മാത്രം എടുക്കുമ്പോഴത്തേക്ക് ഈവൻ പ്ലസ് ഓഡ് ഓടാവും തീർന്നെന്ന് പറയരുത്. റിവേഴ്സ് കൊടുക്കണം. അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നല്ലോ. 21 എന്ന് പറയുന്ന നമ്പരും 12 എന്ന് പറയുന്ന നമ്പരും 2 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. 21 എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അല്ലെ. തിരിച്ച് 12 എന്ന് പറയുന്ന നമ്പർ വേറൊരു നമ്പറാണ്. സോ ദേ ആർ ഡിഫറെന്റ് നമ്പേഴ്സ്. അതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ് സെയിം ആവുമായിരിക്കാം പക്ഷേ ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. 21 ഉം 12 ഉം ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. സോ the options are odd even അതുപോലെ തന്നെ ഈവൻ. ഇതാണ് നമ്മുടെ പെയർ. നമ്മളെ ഫേവർ ചെയ്യുന്ന പെയർ. ഫസ്റ്റ് ഓഡ് വന്നാൽ സെക്കൻഡ് ഈവൻ വരുന്ന ഒരു പെയർ. ഇനി ഫസ്റ്റിൽ ഈവൻ വന്നാൽ സെക്കൻഡിൽ ഓഡ് വരുന്ന ഒരു പെയർ. ഈ 2 ടൈപ്സ് ഓഫ് പെയേഴ്സ് ആണ് നമ്മളെ ഫേവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോ ഈ ടൈപ്പ് ഓഫ് പെയേഴ്സ് ടോട്ടൽ എത്രയുണ്ടെന്ന് നമുക്കറിയണം. അതായത് നമ്മളെ ഫേവർ ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് പെയേഴ്സ് ടോട്ടൽ എത്രയുണ്ടെന്ന് അറിയാൻ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് സം പെയർ ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത് ഓഡ് ഈവൻ അല്ലേ. ഓഡ് ഈവൻ. ഓഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ നോക്കാം. ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ ഹൗ മെനി നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ദെയർ? നോക്കി ഞാൻ ആ റെഡ് സർക്കുലർ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്.
3. അപ്പോ റൈറ്റ് സൈഡിൽ ഈവൻ വരണം. റൈറ്റ് സൈഡിലെ ഈവൻ ഹൗ മെനി നമ്പർ ഓഫ് നമ്പേഴ്സ് ആർ ദർ ആസ് ഈവൻ? 2. ആ റെഡ് കളർ നോക്കിയാൽ മതി അല്ലെ. അപ്പോ ലെഫ്റ്റ് സൈഡിൽ 3 നമ്പേഴ്സ് ഫേവർ ചെയ്യും, റൈറ്റ് സൈഡിൽ 2 നമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യും അല്ലെ. സോ അവിടെ ആ 3 2ന്റെ അല്ലെ 3യും 2 ഇതിന്റെ പെയർ എത്ര വരും? ഹൗ മെനി നമ്പർ ഓഫ് പെയർസ് ആർ ദർ? 3 into 2 പ്ലസ്. ഇനി അടുത്ത സെക്കൻഡ് പെയറിന്റെ ഫോം എങ്ങനെ വരാം? ഈവനോട് വരാം. അതായത് ലെഫ്റ്റ് സൈഡിൽ ഈവൻ തരുമ്പോൾ റൈറ്റ് സൈഡിൽ ഓട് തരാം. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ ഈവൻ ഇതാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 നമ്പേഴ്സ്. റൈറ്റ് സൈഡിൽ അപ്പൊ ഓട് വരണം. ഹൗ മെനി നമ്പർ ഓഫ് നമ്പേഴ്സ് ആർ ആസ് ഓഡ്? 3 നമ്പേഴ്സ് അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 3 നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുക അല്ലെ. ഇത് ഈവനും ഇത് ഓടുമാണ്. അപ്പോ ഈ ഈവൻ ഓഡ് എന്ന് പറയുന്നതിന്റെ പെയർ എങ്ങനെ അറിയും? ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ പോരെ. ദാറ്റ് ഈസ് 2 into 3. അപ്പൊ നമ്മളെ ഫേവർ ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് പെയർസ് അവിടെ വരുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഡ് ഈവൻ അല്ലെങ്കിൽ ഈവൻ ഓഡ്. ഓഡ് ഈവൻ ആകുമ്പോൾ ഹൗ മെനി നമ്പർ ഓഫ് പെയർസ് ആർ ദർ? 3 into 2. ഈവൻ ഓഡ് ആകുമ്പോൾ ഹൗ മെനി നമ്പർ ഓഫ് പെയർസ് ആർ ദർ? 2 into 3 അല്ലെ. അതായത് അതിന്റെ പ്രോഡക്റ്റ് എടുത്ത് സം എടുത്താൽ പോരെ. 3 into 2 6 ആവും, 2 into 3 6 ആവും. സോ 6 plus 6 12. So 12 number of pairs are supporting us by giving the sum of the digits on the pair as odd. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി പറയാലോ. സോ പ്രോബബിലിറ്റി ഓഫ് സം ആസ് ഓഡ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് പേഴ്സ് ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. ഫേവറബിൾ നമ്പർ 12 ആണ്, ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. സോ 12 ഡിവൈഡ് ബൈ 25. അപ്പോ പ്രോബബിലിറ്റി ഓഫ് സം ഓഡിന്റെ ആൻസർ നമുക്ക് കിട്ടി 12 by 25. അതിനെ ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ഒന്നും ആക്കാൻ നിൽക്കരുത്. അവിടെ കോമൺ ഡിവൈസർ ഒന്നും ഇല്ല അതിനകത്ത് അല്ലെ. അതുകൊണ്ട് ഞാൻ അതിനെ 12 by 25 ആയിട്ട് തന്നെ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് ഈവൻ ഓൺ ദ പെയർ. തൊട്ട് ബാക്കിലേക്ക് പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ അത് പ്രോബബിലിറ്റി ഓഫ് ഓഡ് സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സം ഓഡ് അല്ലെങ്കിൽ പിന്നെ എന്താ? ഈവൻ അല്ലേ. അപ്പൊ നമുക്ക് റിസൾട്ട് യൂസ് ചെയ്യാലോ. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ദാറ്റ് ഈവന്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോബബിലിറ്റി ഓഫ് സം ഓഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സം നോട്ട് ഓഡ് ഈക്വൽ ടു 1. റിസൾട്ട് ആണ് പ്രോബബിലിറ്റിയുടെ ഫസ്റ്റ് വീഡിയോയിലെ ലാസ്റ്റ് ആ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ പ്രോബ്ലത്തിന്റെ ഈ ഫോർമുലാസ് ഒക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോട്ട് ഓഡ്, ഒരു നമ്പർ ഓഡ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ നമ്പർ ആരായിരിക്കും? ഈവൻ ആയിരിക്കും. ഇനി നോർമലി ചില ഡൗട്ട്സുകൾ ഇങ്ങോട്ട് വരാം. സാറേ അപ്പം -2 എങ്ങനെയാ, -3 എങ്ങനെയാ? നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ അവിടെ നെഗറ്റീവ് നമ്പറിന്റെ ഡിസ്കഷന്റെ ഒരു ചർച്ച അവിടെ വലിയ കാര്യമില്ല അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ അവിടെ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. പോസിറ്റീവ് നമ്പേഴ്സിൽ അല്ലെ, ദാറ്റ് ഈസ് ഇന്റിജേഴ്സിൽ നമുക്ക് ഈവൻ നമ്പറും ഉണ്ട്, ഓഡ് നമ്പർ ഉണ്ട്. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു നമ്പർ ഓഡാണ് അല്ലെങ്കിൽ അത് ഈവൻ ആയിരിക്കാം അല്ലെ. ഓഡ് അല്ലെങ്കിൽ ഈവൻ ആയിരിക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റിനകത്ത് പ്രോബബിലിറ്റി ഓഫ് സം ഓഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 12 by 25. ആ വാല്യൂ നമ്മുടെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരും. 12 by 25 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സം ഈവൻ നോട്ട് ഓഡിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്തു. നോട്ട് ഓഡ് എന്ന് പറയുന്നതിന് കറക്റ്റ് വേർഡിങ് കൊടുത്തു. ഈവൻ ഈക്വൽ ടു 1. ഇനി നോക്കിയേ, ആ 12 by 25 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി തരും. പ്രോബബിലിറ്റി ഓഫ് സം ഈവൻ ഈക്വൽ ടു 1 minus 12 by 25. ആ ഫ്രാക്ഷൻസ് ഒക്കെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, കുറെ പ്രോബ്ലത്തിൽ നമ്മൾ ഫ്രാക്ഷൻസ് സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തന്നാ. സോ പ്രോബബിലിറ്റി ഓഫ് സം ഈവൻ ഈക്വൽ ടു 1 minus 12 by 25. ആ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we will get the result as 13 by 25. So probability of sum even equal to 13 by 25. ഇതാണ് ഇതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. അപ്പോ ഇവിടെയും ഞാൻ ഫസ്റ്റിൽ നിങ്ങൾക്ക് ആ പേസ് ഓർഡേഡ് പേസ് ഒന്ന് നോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1 1 1 2 1 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയേ, ഈ 25 പേസ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം പിടിക്കും? നിങ്ങളുടെ അത്രയും സമയം പോകുമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ടോട്ടൽ പേസ് ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ ടോട്ടൽ പേസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതണം. നമുക്ക് എക്സാമിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പേസ്, ആ പേസ് നോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ നോട്ട് ഡൗൺ ചെയ്യാം. നോർമലി അങ്ങനെ പറയാറില്ല. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സേ ചോദിക്കൂ. അവിടെ ആ സ്പെസിഫിക് ആയിട്ട് ആ പേരുകൾ നോട്ട് ചെയ്യാനായിട്ട് പറയാറില്ല. ഓക്കെ,
എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു തേർഡ് സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. തേർഡ് സബ് ക്വസ്റ്റ്യനകത്ത് നമ്മളോട് ചോദിച്ചത്, ഇപ്പൊ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരാൾ ഓഡ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഈവൻ നമ്പർ പറഞ്ഞത്. ഇതിനകത്ത് ആരാണ് വിൻ ചെയ്യുന്നത്? പറയാം, കൂടുതൽ പ്രോബബിലിറ്റി കിട്ടുന്ന ആള് വിൻ ചെയ്യും. നമ്മൾ പഠിച്ച ഈ കമ്പാരിസൺ ആണ് പറഞ്ഞത് അല്ലെ. ഒരാള് ഓഡ് പറഞ്ഞു, അടുത്ത ആള് ഈവൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരാൾ ഓഡ്, ഈവൻ, ആരാണ് ഈ ഗെയിമിനകത്ത് വിൻ ചെയ്യുന്നത്? അപ്പോ ഓഡ് എന്ന് പറയുന്ന നമ്പർ കിട്ടുന്ന പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഈവൻ എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പ്രോബബിലിറ്റീസ് ഒന്ന് കമ്പയർ ചെയ്താൽ പോലെ ആരാ വിൻ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞത്. സോ ഓൺ കമ്പയറിംഗ് ദ പ്രോബബിലിറ്റീസ് ഓഫ് ഗെറ്റിംഗ് സം ആസ് ഓഡ് നമ്പർ ആൻഡ് ഈവൻ നമ്പർ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, സിംഗിൾ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഓഡ് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി 12/25 ആണ്. അതുപോലെ ഈവൻ കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി 13/25 ആണ്. നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ പോലെ. ബോത്ത് പ്രോബബിലിറ്റിയുടെയും ഡിനോമിനേറ്റർ 25 തന്നെയല്ലേ. അപ്പോ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ യു ജസ്റ്റ് കമ്പയർ ദ ന്യൂമറേറ്റേഴ്സ്. ഏത് ന്യൂമറേറ്റർ ആണോ ലാർജർ, ദാറ്റ് ഫ്രാക്ഷൻ ഈസ് ലാർജർ. അപ്പൊ ഇവിടെ നോക്കിയേ, 12ഉം 13ഉം, 13 അല്ലേ ലാർജർ. അപ്പോ 13/25 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ലാർജർ ആണ് കമ്പയർഡ് വിത്ത് 12/25. സോ 12/25 ഈസ് ലെസ് ദാൻ 13/25. അപ്പോ 13/25 ലാർജർ ആണെന്ന് പറഞ്ഞാൽ ആ 13/25 ആരുടെ റെപ്രസെന്റേറ്റീവാ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ഈവൻ ആണ് അല്ലെ. അപ്പോ ഈവൻ കിട്ടാനാണ് ഇവിടെ പ്രോബബിലിറ്റി കൂടുതൽ അല്ലെ. സോ ഹിയർ probability of getting sum as even is greater than the probability of getting sum as odd. Hence, getting even number is a better guess. ഇതായിരുന്നു നമ്മുടെ പെയർ ഫോമിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിലെ 5th ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ടോട്ടൽ പെയേഴ്സിന് വേണ്ടിയിട്ട് പെയറുകൾ എഴുതി ടൈം വേസ്റ്റ് ചെയ്യരുത്. പകരം ടോട്ടൽ പെയേഴ്സ് എങ്ങനെ എടുക്കണമെന്ന് ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ 2 എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ കൺസിഡർ ചെയ്യും. ഫസ്റ്റ് ഗ്രൂപ്പിലെ ടോട്ടൽ നമ്പർ എത്രയുണ്ടെന്ന് നോക്കണം. സെക്കൻഡ് ഗ്രൂപ്പിലെയും ടോട്ടൽ നമ്പേഴ്സ്, മെമ്പേഴ്സ് അവിടെ എത്രയുണ്ടെന്ന് നോക്കണം. ഈ മെമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും അവിടുത്തെ ടോട്ടൽ പെയർ. അതുപോലെ ഫേവറബിൾ എടുക്കാനും എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടി കാണുക. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.